ഹായ് ഓൾ, MS എക്സലിൽ ഞാനൊരു വേർഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, ഈ വേർഡ് ഈ സെല്ലും കവിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാറുള്ളത് റാപ്പ് ടെക്സ്റ്റ് ആണ്. നമുക്ക് റാപ്പ് ടെക്സ്റ്റ് ചെയ്ത് നോക്കാം. നോക്കൂ, റാപ്പ് ടെക്സ്റ്റ് ചെയ്തപ്പോൾ ഒരു സെല്ലിൽ തന്നെ രണ്ടാമത്തെ ലൈൻ ആയിട്ടാണ് ആ വേർഡ് കാണുന്നത്. നമുക്ക് ഇതല്ലാതെ വേർഡ് സ്ട്രിങ്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു സെല്ലിൽ തന്നെ ഒതുങ്ങുന്ന രീതിയിൽ വേർഡ് മാറ്റാം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽസ് എടുക്കുക, അലൈൻമെന്റ് എടുക്കുക, അതിൽ ഷ്രിങ്ക് ടു ഫിറ്റ് എന്നുണ്ട്, അവിടെ ടിക്ക് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നോക്കൂ, ആ ഒരൊറ്റ സെല്ലിൽ തന്നെ ആ വേർഡ് ഒതുങ്ങി. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഫോർമാറ്റ് സെൽസ് എടുക്കുന്നു, അലൈൻമെന്റ് എടുക്കുന്നു, ഷ്രിങ്ക് ടു ഫിറ്റില് നമ്മൾ ടിക്ക് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ചെറിയൊരു ടിപ്പാണ്, എന്നിരുന്നാലും വളരെ ഉപകാരപ്രദമാവും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്